ഈ തർക്കം സ്മൃതി ആരുടെ ആവശ്യം? അണികളുടെ മനോഭാവം എന്ന് പറയുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു പാണൻ ഇഫക്റ്റ് ഉണ്ട്. ഇപ്പൊ സംഘ ചരിത്രം ഉൾപ്പെടെ കോറിയിടുന്ന ഒരു ചിത്രമുണ്ട്. കേരളത്തിന്റെ ഒരു DNA ആണ്. ഈ ചില ആളുകളെ പൊക്കി പറയും. പണ്ടത്തെ രാജാക്കന്മാരെ, ചേര രാജാവായ കുട്ടുവനെയൊക്കെ പൊക്കി അങ്ങോട്ട് കവിതകൾ എഴുതും. എന്നിട്ട് രാജാവിന്റെ കയ്യിൽ നിന്നും സമ്മാനങ്ങൾ വാങ്ങി, അന്നൊക്കെ ആനയും പിന്നെ സ്വർണ്ണ നാണയങ്ങളും ഒക്കെയാണ് സമ്മാനമായി കിട്ടുന്നത്. അതൊക്കെ വാങ്ങി സന്തോഷമായി കഴിഞ്ഞുകൂടുന്ന ഒരു മനസ്സാണ് പാണന്റേത്. അങ്ങനെയാണല്ലോ പാണപ്പാട്ടുകൾ ഉണ്ടായത്. 2000 വർഷത്തോളം പഴക്കമുള്ള പാണപ്പാട്ടുകളുണ്ട്. ആ ഒരു DNA ഇപ്പോഴും നമ്മുടെ രാഷ്ട്രീയ നേതാക്കളിൽ ചിലർക്കെങ്കിലും ഉണ്ട് എന്നതുകൊണ്ടാണ് അവസരം കിട്ടുമ്പോൾ ഏത് വ്യക്തിക്കാണോ ഹൈക്കമാൻഡിൽ സ്വാധീനം അദ്ദേഹത്തിന്റെ പേര് അങ്ങോട്ട് പറയുക. അതിന്റെ ഭാഗമായിട്ടാണ് റോജി എം ജോൺ, അദ്ദേഹം ഈ അങ്കമാലി MLA ആണ്. മാത്യു കുഴൽനാടൻ മൂവാറ്റുപുഴ MLA ആണ്. MLA സ്ഥാനത്തിരിക്കുന്ന രണ്ടുപേര് പറഞ്ഞു. മുൻ MP ആയിരുന്ന രമ്യ ഹരിദാസ് ഇവിടെ ചിറയൻകീഴ് വിജയിക്കുകയോ പരാജയപ്പെടുകയോ ചെയ്യാം. രമ്യ ഹരിദാസ് പോലും അഭിപ്രായം പറയാൻ വന്നു. അനേകര് ഇപ്പോൾ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, നിയമസഭയിൽ എത്താൻ സാധ്യതയുള്ള ആളുകൾ മുൻകൂട്ടി തന്നെ തങ്ങളുടെ പ്രിഫറൻസ് എന്താണ് എന്ന് വെയിൽഡ് ലാംഗ്വേജിൽ പറഞ്ഞു വെച്ചു. ഇത് കേവലം ജൈവികമായി നടക്കുന്ന ഒരു പ്രക്രിയയാണോ? ഇതിന് പിന്നിൽ ചില ചിന്തകളില്ലേ? ഒരുപക്ഷെ സ്വാഭാവികമായി ഒന്നുകിൽ രമേശ് ചെന്നിത്തല അല്ലെങ്കിൽ VD സതീശൻ എന്ന രീതിയിലേക്ക് ഈ പേരുകൾ വരുമ്പോൾ അങ്ങനെയല്ല, ഇവിടെ ഒരു അഭിപ്രായ സമന്വയം ഉണ്ടാവില്ല എന്ന ഒരു പ്രതീതി മുൻകൂട്ടി തന്നെ ജനറേറ്റ് ചെയ്യപ്പെടുകയല്ലേ? ഇതാരുടെ ആവശ്യമാണ്? മനഃപൂർവ്വം ശ്രീ KC വേണുഗോപാൽ ഇങ്ങനൊരു വിവാദത്തിന് തിരികൊളുത്തില്ല എന്നാണ് എന്റെ വിശ്വാസം. പക്ഷേ KC വേണുഗോപാലിനെ പ്രൊപ്പപ്പ് ചെയ്യുന്നതിലൂടെ പലരും ചില സാധ്യതകൾ കാണുന്നു. ഇനി നോക്കൂ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 4-ാം തീയതി, കാരണം നമ്മൾ പറയും ഇരിക്കുന്നതിന് മുൻപ് കാല് നീട്ടുന്നത് ശരിയല്ല എന്ന് പലപ്പോഴും നമ്മൾ പറയാറുണ്ട് സ്മൃതി. പക്ഷേ ഇമാജിൻ കോൺഗ്രസ് പാർട്ടിയും UDF-ഉം കൃത്യമായ ഭൂരിപക്ഷത്തിൽ ജയിച്ചു വരുന്നു എന്ന് കൂട്ടുക. അപ്പോൾ കോൺഗ്രസ് ലെജിസ്ലേറ്റീവ് പാർട്ടിയിലെ അംഗങ്ങളെ വിളിച്ചുകൂട്ടി ഹൈക്കമാൻഡ് അഭിപ്രായം ചോദിക്കും. അപ്പോൾ 2 പേരുകളാണ് സ്വാഭാവികമായി വരാനുള്ളത്, രമേശ് ചെന്നിത്തലയും VD സതീശനും. ഈ 2 പേർക്കും അനുകൂലമായി കുറെ പേരുകളൊക്കെ പറയും. പക്ഷേ ഇവരിൽ മിക്കവരും പറയാൻ സാധ്യതയുള്ള ഒരു കാര്യമുണ്ട്: ഞങ്ങൾക്ക് കുറച്ചുകൂടി വിശാലമായ ഒരു ഓപ്ഷൻ ആവശ്യമാണ്. ആ ഓപ്ഷൻ ഭംഗിയായി അപ്പൊ ചോദിക്കാൻ സാധ്യതയുണ്ട്, എന്താണ് ഈ ഓപ്ഷൻ? അപ്പോൾ KC വേണുഗോപാലിന്റെ പേര് പലരും പറയും. കാരണം സ്ഥാനാർത്ഥി നിർണയ സമയത്ത് KC വേണുഗോപാൽ വഹിച്ച പങ്ക് പലരും നന്ദിയോടുകൂടി ഓർക്കാൻ സാധ്യതയുള്ള സമയങ്ങളാണ്.